കർക്കിടകം മനസ്സിന്റെയും ശരീരത്തിന്റെയും ശുദ്ധീകരണത്തിന് ഏറ്റവും അനുയോജ്യമായി പ്രകൃതി തന്നെ ഒരുങ്ങി നിൽക്കുന്ന കാലമാണ് കർക്കിടകം. മലയാളികൾ ശരീരപുഷ്ടിക്കും ആയുരാരോഗ്യ വർധനവിനുമായി ഔഷധ കഞ്ഞി കഴിക്കുന്നതും ആയുർവേദ വിധിപ്രകാരമുള്ള ചികിത്സ നടത്തുന്നതും കർക്കിടക മാസത്തിലാണ്. ഏറ്റവും ചൂടുള്ള അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് മഴയിലേക്ക് വരുന്ന ഒരു സമയമാണ് ഈ സമയം. അപ്പം നമ്മൾ വളരെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ലഘുവായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക, നമ്മൾ പൊതുവായിട്ടുള്ള ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കുക. വ്യക്തി ശുചിത്വത്തിൽ നമ്മൾ പ്രത്യേക ശ്രദ്ധ പാലിക്കണം. നമുക്ക് വിവിധ തരം ഔഷധ കഞ്ഞിക്കൂട്ടുകളൊക്കെ പരമ്പരാഗതമായിട്ടുള്ള രീതിയിലുള്ള ഔഷധ കഞ്ഞികൾ നമുക്ക് സേവിക്കാം. നമുക്കൊരു ഔഷധ കഞ്ഞിക്കൂട്ട് തയ്യാറാക്കാം. ഞാനിവിടെ തയ്യാറാക്കുന്നത് ശാന്തിഗിരിയുടെ കർക്കിടക കഞ്ഞിക്കൂട്ടാണ്. അതിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് ഞവര അരി, സൂചി ഗോതമ്പ്, ചെറുപയർ, ഉലുവ, അതുപോലെ തന്നെ കരിപ്പെട്ടി, നെയ്യ്, ഉപ്പ്, അതേപോലെ തന്നെ ഔഷധക്കൂട്ട്, തേങ്ങാപ്പാല്, ഇത്രയാണ് നമുക്കിതിന് പ്രധാനമായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ്. നമുക്ക് ഇതിനാവശ്യമായ 2 ലിറ്റർ വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. നമ്മൾ ആദ്യം എന്താണ് നമുക്ക് ആദ്യമായിട്ട് ഞവര അരിയും ഉലുവയും കൂടി നമുക്ക് ആദ്യം ചൂടായ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. കർക്കിടക മാസം 30 ദിവസം ഇത് കഴിക്കണോ? ഒരു മിനിമം 7 ദിവസമെങ്കിലും കഴിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഗുണം ശരീരത്തിലേക്ക് അനുഭവപ്പെടുക. അടുത്തതായിട്ട് നമുക്ക് അടുത്ത ചേരുവയായ സൂചി ഗോതമ്പും ചെറുപയറും നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കഞ്ഞി ഏകദേശം പകുതി വേവായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് 2ാം പാല് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരു തേങ്ങയുടെ പാലാണ് എടുക്കുന്നത്, 1ാം പാലും 2ാം പാലും. അപ്പോൾ 2ാം പാലിനകത്ത് നമുക്ക് ഇത് വേവിച്ചെടുക്കണം. ഏകദേശം നമ്മുടെ ഔഷധ കഞ്ഞിക്കൂട്ട് ഏകദേശം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് മുൻപേ നമ്മൾ അലിയിച്ച് വെച്ചിരിക്കുന്ന കരിപ്പെട്ടി ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഔഷധക്കഞ്ഞി ഏകദേശം തയ്യാറായിട്ടുണ്ട്. കരിപ്പെട്ടി ചേർത്തതിന് ശേഷം നല്ല ഒരു തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഔഷധക്കൂട്ട് ചേർത്ത് കൊടുക്കാം. 10 ഗ്രാം ഔഷധക്കൂട്ടാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഏകദേശം 15ഓളം മരുന്നുകൾ വരുന്നുണ്ട്. അതായത് നമ്മളുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റിലേക്ക് നമ്മൾ മെഡിസിൻസിനെ ബ്ലെൻഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു വിശിഷ്ട മിശ്രിതം തന്നെയാണ് ഈ ഔഷധ കഞ്ഞിക്കൂട്ട്. ആരോഗ്യപ്രദമായ ഔഷധ കഞ്ഞിക്കൂട്ട് ഇവിടെ രാജേഷ് ചേട്ടന്റെ വക തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. മധുരം തോന്നുന്നൊരു പായസത്തിന്റെ ഒക്കെ രൂപത്തിലുള്ള കഞ്ഞിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആരോഗ്യപ്രദമായ ഔഷധക്കൂട്ട് വീട്ടിൽ തയ്യാറാക്കി കർക്കിടക മാസത്തിന്റെ പുണ്യവും ശരീരശുദ്ധിക്കും ഇണങ്ങുന്ന രീതിയിൽ ഇത് ഉപയോഗിക്കാം.